എന്തുകൊണ്ട് നിങ്ങൾ BJP ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നരേന്ദ്രമോദി. ഈ 2 മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ തള്ളിപ്പറയാൻ കഴിഞ്ഞത്? അതൊക്കെ വലിയ കഥയാണ് പോയി. സാരമില്ല, ഒരു ചെറുകഥയാക്കി പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോ പരിണാമങ്ങൾ ഉണ്ടാവും. അതെ അതെ, തള്ളിപ്പറയാണ് 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് ഹിന്ദുത്വ എന്ന ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയ കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ്, മതേതരത്വമാണ്. അപ്പൊ ഹിന്ദുത്വം ഇനിയില്ല. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല, പ്രസക്തി. സന്ദീപ് ഏറ്റവും കൂടുതൽ എതിർത്തത് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെയാണ്. അപ്പൊ നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെ, നെഹ്റുവിന്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോകും. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. കോൺഗ്രസിനെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചു. പറഞ്ഞല്ലോ ഒരബദ്ധം. പപ്പുമോൻ എന്ന് രാഹുലിനെ വിളിച്ചതിന് കണക്കില്ല. രാജ്യത്തിന്റെ വളർച്ചയെ പിന്നോട്ട് നയിച്ചത് കോൺഗ്രസ് എന്ന ആക്ഷേപവും. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ഞാൻ പോകുന്നു. ബൈ ബൈ.